ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. സുനന്ദയെ കുറിച്ച് ആലോചിച്ച് വിഷമത്തോടുകൂടി പുറത്തിരിക്കുകയാണ് സുഭാഷ്. നിധി അരികിലേക്ക് ചെല്ലുമ്പോൾ കണ്ണു തിറങ്ങിയ നിധിയെ നോക്കുകയാണ് സുഭാഷ്. എന്താ മോളേന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടനെന്താ ഇവിടെ തനിച്ചിരിക്കുന്നത്? സുഭാഷ് പറയുന്നു, അതൊന്നുമില്ല, നല്ല പാട്ട്, അത് കേട്ടുകൊണ്ടങ്ങിരുന്നതാ. നിധി പറയുന്നു, ഇന്ന് സുനന്ദയുടെ വിവാഹ നിശ്ചയമാ. സുഭാഷ് പറയുന്നു, എനിക്കറിയാം മോളെ, അവളുടെ വീട്ടില് നല്ലൊരു പയ്യനെ തന്നെയായിരിക്കും അവൾക്ക് വേണ്ടി കണ്ടുപിടിച്ചത്. അവള് സുഖമായിട്ടിരിക്കട്ടെ, ഞാനിവിടെ വെറുതെ ഇരുന്നത്. വാ, നമുക്ക് അകത്ത് പോകാം. സുധീഷും നികേഷും അരികിലേക്ക് വരികയാണ്. നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വാ, നമുക്ക് അകത്ത് പോവാന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും കൂടി അകത്തേക്ക് പോവുകയാണ് സുഭാഷ്. തുടർന്ന് വിഷമത്തോടുകൂടി ആലോചിച്ചു നിൽക്കുന്ന സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സുഭാഷ് പറയുന്നു, ഞാൻ ജോലിക്ക് പോയിട്ട് വരാം. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, ഇന്ന് എന്ത് ജോലിയാ? ഇന്ന് സൺഡേയാ. സുഭാഷ് പറയുന്നു, അതെനിക്കറിയാടാ, ഇന്നൊരു ജോലി ഉണ്ടായിരുന്നു, ഞാൻ അതങ്ങ് മറന്നുപോയി. നികേഷ് പറയുന്നു, ഞായറാഴ്ച സാധാരണ സുഭാഷ് ഏട്ടൻ ജോലിക്ക് പോകാറില്ലല്ലോ. സുഭാഷ് പറയുന്നു, ഇത് പ്രധാനപ്പെട്ട ഒരു ജോലി ആയതുകൊണ്ടാ, ഞാൻ പോയിട്ട് ഉടനെ വരാം. അങ്ങനെ സുഭാഷ് റൂമിലേക്ക് പോവുകയാണ്. ഈ സമയം സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഭയ്യ. ഫോൺ അറ്റൻഡ് ചെയ്ത് സുധീഷ് പറയുന്നു, ഭയ്യ, ഞാൻ സുധീഷ. ഭയ്യ ചോദിക്കുന്നു, സുഭാഷ് ഏട്ടനില്ലേ? സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ അകത്തുണ്ട്. ഇന്ന് സൈറ്റിൽ എന്തെങ്കിലും ജോലിയുണ്ടോ? ഇല്ലെന്ന് ഭയ്യ പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടന് ജോലിയുണ്ടെന്ന് പറഞ്ഞ് പോകാനായി ഒരുങ്ങുകയാണല്ലോ. ഭയ്യ പറയുന്നു, ഇന്ന് ജോലിയൊന്നും ഇല്ലല്ലോ, എല്ലാം അകത്ത് വെച്ച് പൂട്ടിയിരിക്കുക. താക്കോല് സുഭാഷ് ഏട്ടന്റെ കയ്യിലില്ല. ഇന്ന് ജോലിയുള്ളതായിട്ടൊന്നും എനിക്കറിയില്ല. സുധീഷ് പറയുന്നു, ശരി ഭയ്യ, ഞാൻ സുഭാഷ് ഏട്ടനോട് വിളിക്കാൻ പറയാം. തുടർന്ന് നിധി ചോദിക്കുന്നു, എന്താ സുധീഷേ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഇന്ന് സൈറ്റില് ഒരു ജോലിയില്ല. സുഭാഷ് ഏട്ടൻ ഇവിടെ ഇരിക്കാൻ വയ്യാതെ പോകാൻ ശ്രമിക്കുവാണ്. പുറത്തേക്ക് പോകാനായി ഒരുങ്ങി സുഭാഷ് അവിടേക്ക് വരുമ്പോൾ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, എന്തിനാ ഇവിടുന്ന് പോകാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവരെന്തെങ്കിലും ചെയ്യട്ടെ, നമ്മൾ എന്തിനാ അവരെ പിടിച്ചോടുന്നത്? നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ ഇവിടെ ഇരിക്കാൻ വയ്യെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തു പോകാം. ബീച്ചിലോ ഫുഡ് കോർട്ടിലോ പുറത്തു നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് മടങ്ങി വരാം. ഈ സമയം അവിടേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്താണ് ഇവിടെ വട്ടമേശ സമ്മേളനം? ഇതില് ചിക്കൻ ഉണ്ട്, പാതി ബിരിയാണി ഉണ്ടാക്കും, ബാക്കി പാതി നന്നായി മസാല വരട്ടി വാർത്തെടുക്ക്. അങ്ങനെ ചിക്കൻ സുഭാഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഭാസ്കരൻ. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ ഏത് മൂഡിലാണെന്നറിയാതെ ചിക്കൻ കൊണ്ടുവന്നിട്ട് പാചകം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. സുധീഷ് ചോദിക്കുന്നു, ഞങ്ങൾ ഇവിടെ എന്താ ഹോട്ടൽ നടത്തുകയാണോ? മെനു പറഞ്ഞ് പാചകം ചെയ്യാൻ പറയുന്നു. ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ ഇവിടെ പ്രത്യേക മൂഡ്? ഇവിടെ ആരെങ്കിലും മരിച്ചോ? എല്ലാവരും ജീവനോടെ തന്നെ ഉണ്ടല്ലോ. എടാ, നീ അതെല്ലാം ഉണ്ടാക്കി വെക്ക്. അങ്ങനെ ഭാസ്കരൻ പുറത്തേക്ക് പോവുകയാണ്. ഇയാളെ ഞാൻ ഇന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ സുഭാഷ് പറയുന്നു, വേണ്ട സുധീഷേ, അച്ഛൻ അങ്ങനെ പറയാറുള്ളതല്ലോ, ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കാം. സുഭാഷ് ഏട്ടാ റെസ്റ്റ് എടുക്കുക. കണ്ടു തള്ളി സുധീഷ് ചോദിക്കുന്നു, നിധിയോ? നിധി പറയുകയാണ്, അതിനെന്താ, ഞാൻ ഉണ്ടാക്കാം, നികേഷ് എന്നെ ഹെൽപ്പ് ചെയ്യും. നികേഷ് പറയുകയാണ്, ഏട്ടത്തിക്ക് നന്നായി പാചകം ചെയ്യാൻ അറിയില്ല, എനിക്കും അറിയില്ല, പിന്നെ എങ്ങനാ ഏട്ടത്തി? നിധി പറയുന്നു, അതൊക്കെ നമുക്ക് നോക്കാടാ, ഇന്ന് സുഭാഷ് ഏട്ടൻ റെസ്റ്റ് എടുക്കട്ടെ. വേണ്ട മോളേന്ന് സുഭാഷ് പറയുമ്പോൾ ചിക്കൻ വാങ്ങി നിധിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പോയി ഉണ്ടാക്കാൻ പറയുകയാണ് സുധീഷ്. ശേഷം സുഭാഷിനെ ചേർത്ത് പിടിച്ച് സുധീഷ് അവിടെ നിന്ന് പോകുന്നു. നിധി ചിക്കനുമായി അടുക്കളയിലേക്ക് പോവുകയാണ്. തുടർന്ന് സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടനിപ്പം ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിലിരുന്നാ മതി. സുനന്ദയുടെ വീട്ടിലെ പാട്ട് കേട്ട് ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് നികേഷ്. അവിടേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു, എന്താടാ ഇത്, നിശ്ചയത്തിന് ഇത്രയും അലങ്കോലം ആക്കുകയാണോ? നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ നല്ല വിഷമത്തിലിരിക്കുക, അതിന്റെ കൂടി പാട്ട് കൂടി വെച്ച് ശല്യം ചെയ്യുക. സുധീഷ് അവിടേക്ക് വരുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ എന്തിയെ? സുധീഷ് പറയുകയാണ്, അകത്തിരിപ്പുണ്ട്. ഇവരുടെ ടോർച്ചർ താങ്ങാൻ വയ്യാതെ ജോലിക്ക് പോവാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകാനായി തുടങ്ങിയതാ സുഭാഷ് ഏട്ടൻ. ഞാൻ തടങ്ങി അകത്തിരുത്തിയിരിക്കുക. ഇതിനിടയിൽ അയാള് ചിക്കൻ വാങ്ങിട്ട് വന്ന് ബിരിയാണി ഉണ്ടാക്ക് ഫ്രൈ ചെയ്യാനൊക്കെ പറഞ്ഞിരിക്കുക. സുഭാഷ് ഏട്ടന് വിഷമമുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എടാ, പ്രണയിച്ച പെണ്ണിന്റെ കല്യാണമാ, അപ്പൊ പിന്നെ വിഷമിക്കാതിരിക്കുമോ? നിനക്കൊന്നും അത് മനസ്സിലാകില്ല. എടാ, എന്തെങ്കിലും ചെയ്ത് ആ നിശ്ചയം മുടക്കിയാലോ? ഇത് കേട്ടുകൊണ്ട് എവിടേക്ക് വന്ന നിധി ചോദിക്കുന്നു, എന്തിനാ നിശ്ചയം മുടക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? എന്നോട് വരാന്ന് പറഞ്ഞിട്ട് അവള് ക്ഷേത്രത്തിലേക്ക് വന്നില്ല. അവളുടെ പ്രണയത്തിന് വേണ്ടി നമ്മൾ എന്ത് റിസ്ക് എടുത്തു? അതിന്റെ പകുതി റിസ്ക് പോലും അവൾ എടുത്തിട്ടില്ല. വീട്ടുകാർ പറഞ്ഞ പയ്യനെ തന്നെ കല്യാണം കഴിക്കാൻ അവള് റെഡിയായി. അവക്കതിൽ ഒരു പ്രശ്നമില്ല. പിന്നെ നമുക്ക് മാത്രം എന്താ? ഈ വീട്ടിൽ നിന്നും ആരും ആ വീട്ടിലേക്ക് പോകാൻ പാടില്ല, മനസ്സിലായോ? നികേഷ് ചോദിക്കുന്നു, ഹരീഷ് ഏട്ടാ, ആ പയ്യൻ ആരാ? ഹരീഷ് പറയുകയാണ്, അവൻ ആരാണെങ്കിലും നമുക്കെന്താ? നികേഷ് ചോദിക്കണ, അതല്ല ഹരീഷ് ഏട്ടാ, കാണാൻ എങ്ങനെയുണ്ട്? നമ്മുടെ സുഭാഷ് ഏട്ടനെക്കാട്ടിലും കാണാൻ കൊള്ളാമോ? സുധീഷ് പറയുന്നു, ദുബായിലുള്ള പയ്യനാ, സുനന്ദയുടെ അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്നതാ, കാണാൻ എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ, നമുക്ക് പതിയെ പോയി അത് ആരാണെന്ന് നോക്കിയാലോ? ഹരീഷ് ചോദിക്കുന്നു, ഇപ്പൊ എന്തിനാടാ, നമ്മൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? സുധീഷ് പറയുകയാണ്, ആ പയ്യൻ എങ്ങനെയുണ്ടെന്ന് കാണാനല്ലേ പോകുന്നത്. സുഭാഷ് ഏട്ടനെ പോലെ ഒരാളെ വേണ്ടാന്ന് വെച്ചിട്ട് അവൾ ആരെയൊക്കെ കെട്ടാൻ പോകുന്നതെന്ന് നമുക്കറിയണ്ടേ? നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടാ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. സുധീഷ് പറയുന്നു, അത് വേണ്ട, നീ ചെറിയ പയ്യനാ. നിധി ചോദിക്കുന്നു, ഹലോ, എന്താ ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞത് ആരും അവിടേക്ക് പോകരുതെന്ന്? ശരിയെന്ന് പറഞ്ഞ് തലയാട്ടിയിട്ട് വീണ്ടും അതിനെപ്പറ്റി തന്നെയാണല്ലോ പറയുന്നത്. അവര് സുനന്ദയെ ആർക്ക് വേണമെങ്കിലും കല്യാണം കഴിപ്പിച്ചു കൊടുക്കട്ടെ, നമുക്കെന്താ, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. സുധീഷ് പറയുന്നു, അത് പറ്റില്ല, അങ്ങനെ വിടാൻ പറ്റില്ല. നമ്മുടെ സുഭാഷ് ഏട്ടനെ വേണ്ടാന്ന്
എന്താന്ന് വെച്ചിട്ട് അവര് ആരെ കൊണ്ടാണ് സുനന്ദയെ കല്യാണം കഴിപ്പിക്കുന്നതെന്ന് അറിയണം. ഞാൻ നിശ്ചയം മുടക്കണമെന്നൊന്നുമല്ലല്ലോ പറയുന്നത്. ആ പയ്യൻ ആരാണ്, എങ്ങനെയുണ്ട് കാണാനെന്നൊക്കെ നോക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അത്രേ ഉള്ളൂ, വേറെ ഒരു കാര്യമില്ല. ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, ചുമ്മാ അത് അവിടെ വരെ പോയി നോക്കിയിട്ടിങ്ങി വരും. നികേഷ് ചോദിക്കുന്നു, സുധീഷേട്ടാ ആ വീട്ടിൽ ആരെങ്കിലും സുധീഷേട്ടനെ കണ്ടാൽ പ്രശ്നമാകില്ലേ? സുധീഷ് പറയുന്നു, ഞാൻ എന്താ ഇങ്ങനെയാണോ പോകാൻ പോകുന്നത്? ആരാണെന്ന് മനസ്സിലാവാത്ത രീതിയിലേ പോകൂ. ഹരീഷ് പറയുന്നു, ഇത് ആവശ്യമില്ലാത്ത ജോലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിധി പറയുകയാണ്, ഹരീഷിന് മാത്രമേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടുള്ളൂ. അവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ്. സുധീഷിനെ അവർ പിടിച്ചാൽ നമുക്കും പ്രശ്നമാണ്, അവർക്കും പ്രശ്നമാണ്. ഒന്ന് അടങ്ങിയിരിക്കും. സുധീഷ് പറയുന്നു, പിടിക്കപ്പെടില്ല, ഞാൻ പോയി കണ്ടിട്ട് വരാം. ഞാൻ ആരാണെന്ന് പോലും അവര് മനസ്സിലാക്കില്ല. നിധി പറയുകയാണ്, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? സുധീഷ് പറയുന്നു, നിധിയല്ലേ പറഞ്ഞത് എന്നോട് ദേഷ്യമാണെന്നും ഇനിയും സംസാരിക്കില്ല എന്നും നിധിയുടെ കാര്യത്തിൽ തലയിടരുതെന്നൊക്കെ. പിന്നെന്തിനാ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നത്? നിധി പറഞ്ഞതുപോലെ എന്നോട് സംസാരിക്കണ്ട, ഞാൻ പോയി ആ പയ്യൻ ആരാണെന്ന് നോക്കട്ടെ. നികേഷ് പറയുന്നു, സുധീഷേട്ടാ സൂപ്പർ, പോയി കണ്ടിട്ട് വാ, പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് വാ, അവൻ ആരാണെന്ന് ഞങ്ങൾക്കും കാണണ്ടേ. വിജയിച്ചു വരാന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. നിധി ചോദിക്കുന്നു, ഇതൊക്കെ വേണോ, നിങ്ങൾക്കെങ്കിലും പറഞ്ഞൂടെ? ഹരീഷ് പറയുകയാണ്, ഞാൻ പറഞ്ഞു തരുന്നല്ലോ. ഇത് കേട്ട് നികേഷ് ചിരിക്കുമ്പോൾ നിധി നികേഷ് എന്ന് വിളിക്കുകയാണ്. ചിരി അടക്കി പിടിച്ച് നികേഷ് പറയുന്നു, സോറി ഏട്ടത്തി. തുടർന്ന് മുഖം മറിച്ച് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സുനന്ദയുടെ വീട്ടിലേക്ക് പോവുകയാണ് സുധീഷ്. മുഖം വ്യക്തമായി കാണാത്തത് കൊണ്ട് ആരും സുധീഷിനെ തിരിച്ചറിയുന്നില്ല. ഫോട്ടോഗ്രാഫേഴ്സിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് അത് ഫോട്ടോഗ്രാഫറുടെ കൂടെ വന്ന ആളാണെന്ന് ഗംഗാധരനും ലളിതയും ധനശേഖരനും വിചാരിക്കുന്നു. സുനന്ദ സംശയത്തോടുകൂടി സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. സുനന്ദ വിഷമത്തോടുകൂടി പയ്യന്റെ ഒപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. ഫോട്ടോഗ്രാഫർ ചോദിക്കുമ്പോൾ പയ്യന്റെ ഫ്രണ്ടാണ്, ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് സുധീഷ് പറയുന്നു. തുടർന്ന് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയാണ് നിധിയും നികേഷും ഹരീഷും. ഹരീഷ് സവാളയൊക്കെ അരിഞ്ഞു കൊടുക്കുകയാണ്. ഇത് കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് നിധിയും നികേഷും. നികേഷ് പറയുന്നു, ഏട്ടത്തി ഹരീഷ് ഏട്ടൻ സവാളയും തക്കാളിയും എല്ലാം കട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ചിക്കൻ കഴുകി, ഇനി എന്താ ചെയ്യേണ്ടത്? നിധി പറയുന്നു, മസാല ഐറ്റംസ് എല്ലാം വേണോടാ. നികേഷ് മസാലകളെല്ലാം എടുത്തു കൊടുക്കുകയാണ്. തുടർന്ന് നിധി ഗ്യാസ് സ്റ്റവ് കത്തിക്കുമ്പോൾ കത്തുന്നില്ല. നിധി ചോദിക്കുന്നു, എന്താ ഇതിന്റെ തീ കത്താത്തത്? ഗ്യാസ് ഓൺ ആണല്ലോ, ലൈറ്റർ വർക്ക് ആകുന്നില്ലേ? അങ്ങനെ നിധി തീപ്പെട്ടി ഒഴിച്ച് കത്തിക്കാനായി ശ്രമിക്കുകയാണ്. നിധി പറയുന്നു, എന്താടാ അടുപ്പ് കത്തുന്നില്ലല്ലോ? അപ്പൊ ഹരീഷ് പറയുകയാണ്, എടാ ഗ്യാസ് ഉണ്ടോ എന്ന് നോക്കടാ. ഗ്യാസ് കുറ്റി എടുത്തു നോക്കി നികേഷ് പറയുന്നു, ഗ്യാസ് തീർന്നു. നിധി ചോദിക്കുന്നു, ഗ്യാസ് തീർന്നോ? മറ്റൊരു സിലിണ്ടറും കൂടി കാണുമല്ലോ, ആദ്യം എടുക്ക്. ഹരീഷ് പറയുകയാണോ, ഒരു സിലിണ്ടറേ ഉള്ളൂ. നിധി ചോദിക്കുന്നു, എന്താ രണ്ടെണ്ണം ഇല്ലാത്തത്? ഹരീഷും നികേഷും ചോദിക്കണം, എന്താ രണ്ടെണ്ണം ഇല്ലാത്തത്? അറിയില്ല. നിധി ചോദിക്കുന്നു, ഇപ്പൊ സിലിണ്ടർ ഇല്ലാതെ എങ്ങനെയാ ഉണ്ടാക്കുക? നികേഷ് ചോദിക്കുന്നു, ഞാൻ സുഭാഷ് ഏട്ടനെ വിളിക്കട്ടെ? നിധി പറയുകയാണ്, സിലിണ്ടർ ഇല്ല, സുഭാഷ് ഏട്ടൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? നികേഷ് പറയുകയാണ്, ഈ സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് സുഭാഷ് ഏട്ടന് മാത്രമല്ലേ അറിയത്തുള്ളൂ. നിധി പറയുകയാണ്, ഇപ്പൊ അങ്ങോട്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ, അതിനിടയിൽ സുഭാഷ് ഏട്ടനെ വിളിക്കണോ? നികേഷ് പറയുകയാണ്, ശരി, ഗ്യാസ് സ്റ്റവ് ഇല്ലാതെ നമ്മൾ എങ്ങനാ പാചകം ചെയ്യുക? എല്ലാം എടുത്ത് മാറ്റി വെക്ക്, പുറത്തുനിന്ന് മേടിക്കാൻ ഭക്ഷണം. നിധി ചോദിക്കുന്നു, ഇത്രയും ചിക്കൻ ഇല്ലടാ, ഇതെല്ലാം എന്ത് ചെയ്യും? ഹരീഷ് പറയുകയാണ്, ചിക്കൻ ഫ്രിഡ്ജിൽ വെക്കാന്ന് വിചാരിച്ചാൽ ഫ്രിഡ്ജ് വർക്ക് ആകുന്നില്ല. നിധി പറയുകയാണ്, ഈ വീട്ടിൽ ഒന്നുമില്ല, പാചകം ചെയ്യാൻ പാത്രങ്ങൾ കുറവാ, ഫ്രിഡ്ജ് വർക്ക് ആകുന്നില്ല, എങ്ങനെയാണ് നിങ്ങളൊക്കെ ഇത്രയും വർഷം ഈ വീട്ടിൽ ജീവിച്ചത്? അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ, എന്താ ചെയ്യുന്നത്? നിധി പറയുകയാണ്, എല്ലാം ശരിയാക്കിയായിരുന്നു സുഭാഷ് ഏട്ടാ, ഗ്യാസ് ഓൺ ചെയ്തപ്പോൾ കത്തുന്നില്ല, ഗ്യാസ് തീർന്നു, മാറ്റി വെക്കാമെന്ന് കരുതിയാൽ വേറെ സിലിണ്ടറും ഇല്ല. സുഭാഷ് പറയുന്നു, അയ്യോ ശരിയാ, ഞാൻ ഇന്നലെ പാചകം ചെയ്യുന്ന സമയത്താ ഗ്യാസ് തീർന്നത്, സിലിണ്ടർ കൊണ്ടുവരണമെന്ന് വിചാരിച്ചാ മറന്നുപോയി, ഇന്ന് ഞായറാഴ്ചയല്ലേ, വിളിച്ചു പറഞ്ഞാലും കൊണ്ടുവരില്ല. ശരി, അല്ലെങ്കിൽ ഇതാ ഞാൻ പുറത്ത് കൊണ്ടുപോയി പാചകം ചെയ്യാം. വെളിയിൽ എങ്ങനെ ചെയ്യുമെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, വിറകടുപ്പിൽ ചെയ്യാം. നിധി പറയുന്നു, അങ്ങനെയാണോ, എങ്കിൽ ഞങ്ങൾ അതിലുണ്ടാക്കാം. സുഭാഷ് പറയുകയാണ്, അയ്യോ അതിലൊന്നും ഉണ്ടാക്കാൻ നിധിയെ കൊണ്ട് പറ്റില്ല. നികേഷ് പറയുകയാണ്, ഞങ്ങളും മേട്ടത്തിയുടെ ഒപ്പം ഇല്ലേ, ഹരീഷ് ഏട്ടനും ഉണ്ട്, സുഭാഷ് ഏട്ടൻ പോയി റെസ്റ്റ് എടുക്ക്. നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ പോയി റെസ്റ്റ് എടുത്തോ, ഇന്നത്തെ പാചകം ഞങ്ങളുടെ വകയാ, അത് ഞങ്ങൾ ചെയ്യും. ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഞാൻ ഹെൽപ്പ് ചെയ്തോളാം, സുഭാഷ് ഏട്ടൻ പോയി റെസ്റ്റ് എടുക്ക്. സുഭാഷ് പറയുകയാണ്, ഗ്യാസ് അടുപ്പായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, വിറകടുപ്പിൽ എങ്ങനാ? നിധി പറയുകയാണ്, ഗ്യാസ് തീർന്നാലും ശരി വിറകടുപ്പായാലും ശരി, ഇന്ന് ഞങ്ങളാണ് പാചകം ചെയ്യുന്നത്. നികേഷ് പറയുന്നു, അതെ അതെ, ഇനി ചിക്കൻ ഇല്ലെന്ന് വന്നാലും ഏട്ടത്തി കോഴിയെ പിടിച്ചോണ്ട് വന്നിട്ടാണെങ്കിലും ഉണ്ടാക്കും. ഇത് കേട്ട് നിധി നികേഷിനെ നോക്കുകയാണ്. സുഭാഷ് പറയുന്നു, ശരി ശരി ഹരീഷ് നോക്കിക്കോണേ. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് സുധീഷ് സുനന്ദയുടെയും പയ്യന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അത് സുധീഷ് ആണെന്ന് സുനന്ദ തിരിച്ചറിയുന്നു. സുനന്ദ ടെൻഷനോടുകൂടി സുധീഷ് എന്ന് വിളിക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, ഒരു സെൽഫി എടുക്കട്ടെ? പയ്യൻ പറയുകയാണ്, എടുക്കാം ബ്രോ. ഇതാരാ, നിങ്ങളുടെ റിലേറ്റീവ് ആണോ? അതേന്ന് തലയാട്ടുകയാണ് സുനന്ദ. സുധീഷ് അവരുടെ ഒപ്പം നിന്ന് സെൽഫി എടുക്കുന്നു. പയ്യനെ ചേർത്ത് പിടിച്ചും സുധീഷ് സെൽഫി എടുക്കുകയാണ്. സുധീഷ് പതിയെ സുനന്ദയോട് പറയുന്നു, സുനന്ദ ടെൻഷനൊന്നും ആവണ്ട, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതൊന്നുമല്ല, പയ്യനെ കണ്ടിട്ട് പോകാനാ വന്നത്, സന്തോഷമായിട്ടിരിക്കും, ഞാൻ പോവാ. ഞങ്ങളുടെ ചേട്ടനെ കിട്ടാനുള്ള യോഗം നിനക്കില്ല, നീ അവന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്ന പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. ഫ്രണ്ട്സുമായി സംസാരിക്കുന്ന പയ്യൻ സുധീഷിനെ ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് സാധനങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്ന് പാചകം ചെയ്യുകയാണ് ഹരീഷും നിധിയും നികേഷും. നിധി ടെൻഷനോടുകൂടി സുധീഷ് വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. നികേഷും ഹരീഷും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ ഉടനെ വരും, ഏട്ടത്തി ടെൻഷൻ ആവണ്ട. നിധി പറയുകയാണ്, കാണുന്നില്ലല്ലോ,
അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ആൾക്കാരാ. പിടിക്കപ്പെട്ടാൽ എല്ലാവരും ടെൻഷൻ ആകേണ്ടി വരും. അതാ ഞാൻ പേടിക്കുന്നത്. ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടൻ പിടികൊടുക്കില്ല. ഏട്ടത്തി പേടിക്കണ്ട, സുധീഷ് ഏട്ടന് ഒരു കുഴപ്പമില്ലാതെ വരും. ഈ സമയം സന്തോഷത്തോടു കൂടി അവിടേക്ക് വരികയാണ് സുധീഷ്. എല്ലാവരും സമാധാനത്തോടു കൂടി ഇരിക്കുന്നു. ആകാംക്ഷയോടുകൂടി എല്ലാവരും സുനന്ദയെ കെട്ടാൻ പോകുന്ന പയ്യന്റെ ഫോട്ടോ ചോദിക്കുകയാണ്. സുധീഷ് ഫോട്ടോ കാണിക്കുകയാണ് അവരെ. ആർക്കും പയ്യനെ ഇഷ്ടപ്പെടുന്നില്ല. സുധീഷ് പറയുന്നു, അവക്ക് ചേരുന്നത് സുഭാഷ് ഏട്ടൻ തന്നെയാ. ഈ സമയം താഴേക്ക് ഇറങ്ങി വരുന്ന സുഭാഷ് അവരെ ശ്രദ്ധിക്കുകയാണ്. നിധി ചോദിക്കുന്നു, സമ്മതിച്ചു തരണം, എങ്ങനെ ഈ ഫോട്ടോ ഒക്കെ ഒപ്പിച്ചു? സുധീഷ് പറയുകയാണ്, ഒപ്പിച്ചു. അരികിലേക്ക് വന്ന സുഭാഷ് കാര്യം അന്വേഷിക്കുമ്പോൾ സുധീഷ് സുനന്ദയെ കെട്ടാൻ പോകുന്ന പയ്യന്റെ ഫോട്ടോ കാണിക്കുകയാണ്. സുഭാഷ് ഫോട്ടോ നോക്കുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി സുഭാഷിനെ നോക്കുകയാണ്. സുഭാഷ് പറയുന്നു, ഇത്തിരി കൂടി നല്ല പയ്യനെ അവൾക്ക് വേണ്ടി കണ്ടുപിടിക്കാമായിരുന്നു. ഈ പയ്യൻ സുനന്ദയ്ക്ക് ചേരുന്നത് പോലെ തോന്നുന്നില്ല. ഇത് കേട്ട് എല്ലാവരും പുഞ്ചിരിച്ച മുഖത്തോട് മുകൾ നോക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, ഇപ്പം സുഭാഷ് ഏട്ടന് സമാധാനമായില്ലേ? സുഭാഷ് പറയുന്നു, സുനന്ദ നല്ല പെൺകുട്ടിയല്ലേ, അവൾക്ക് കുറച്ചുകൂടി നല്ലൊരു പയ്യനെ കിട്ടണമായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഭാഷ് ചോദിക്കുന്നു, മോളെ ഇതുവരെ അടുപ്പ് കത്തിച്ചില്ലേ? ഇനി ബാക്കിയുള്ളത് ഞാൻ ചെയ്യാം, നിങ്ങൾ എല്ലാവരും അകത്ത് വയ്ക്കോ. ഞങ്ങൾ ചെയ്യാമെന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഞാൻ ചെയ്യാം മോളെ, മോക്ക് ഇതൊന്നും ശീലമുള്ളതല്ലോ, എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുകയല്ലേ, ഇനിയും അടുപ്പിൽ വെച്ച് ഉണ്ടാക്കിയാ പോരെ? അത് ഞാൻ ചെയ്യാം. 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാകും, നിങ്ങൾ അകത്ത് വയ്ക്കോ. ഹരീഷ് പറയുന്നു, എങ്കിൽ സുഭാഷ് ഏട്ടൻ ചെയ്തു. നിധി മടിച്ചു നിൽക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി വാ, ഇനിയുള്ള എല്ലാം സുഭാഷ് ഏട്ടൻ നോക്കിക്കോളും. സുഭാഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും അകത്തേക്ക് പോവുകയാണ്. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.